ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാലുകറിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചിക്കൻ, ഒരു 1.5 കിലോ ചിക്കൻ. പിന്നെ തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാലാണ്. അത് ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാം പാലാണിത്. പിന്നെ ഒരു 3 സവാള നല്ല പൊടിയായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 6 പച്ചമുളക് നെടുവേ പൊളിച്ചത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വേഗം മൊരിയാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ മൊരിച്ചെടുക്കാം. ഇപ്പോൾ സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇനി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കലപ്പൊടി. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആ രണ്ടാമത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം യോജിപ്പിക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചിടാം, വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കഷ്ണം ഒന്നൊന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണമൊക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒരു പാത്രം വെച്ച് മൂടി വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി വെള്ളം വറ്റണം. അതുകൊണ്ട് നമുക്കിത് ഇനി തുറന്ന് വെച്ചിട്ട് വേവിക്കാം. തുറന്ന് വെച്ച് തീ കൂട്ടി കൊടുത്തിട്ട് വേവിക്കാം. വേവട്ടെ എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ചിറ്റിച്ച് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിള വരുമ്പോഴത്തേക്കും വാങ്ങി മാറ്റണം.
ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി തളിച്ചിടണം. ഇനി നമുക്ക് ഉള്ളി തളിച്ചിടാം. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാല് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിതിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് സെർവ് ചെയ്യാം.